ദേശീയപാത അനധികൃത നിർമ്മാണത്തിനെതിരെ കുടിൽകെട്ടി സമരം നടക്കുന്ന ഇടുക്കി അടിമാലി സമരപന്തലിന് മുൻപിൽ ഇന്ന് വീണ്ടും മണ്ണിടിഞ്ഞു. മണ്ണ് നീക്കാനെത്തിയ JCB സമരക്കാർ തടഞ്ഞു. റെഡ് സോണിൽ നിന്ന് സമരപന്തൽ നീക്കം ചെയ്യണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പിന്നോട്ടില്ലെന്നാണ് സമരക്കാരുടെ നിലപാട്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, ഈ സമരക്കാർ എന്താണോ ഉന്നയിച്ച് നിലവിൽ അവിടെ കുടിൽകെട്ടി സമരം നടത്തുന്നത് അതിനെ സാധൂകരിക്കുന്ന കാര്യം തന്നെയാണല്ലോ നിലവിൽ ഇന്നും അവിടെ ഉണ്ടായിരിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു അതിനു മുമ്പിൽ തന്നെ, എന്നിട്ട് അത് നീക്കാൻ ഒരു JCB വരിക. അപ്പോൾ അത്രയധികം അവരുടെ ആശങ്കകൾ കേട്ട് അത് പരിഹരിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ആരും ബന്ധപ്പെട്ടവരൊന്നും ഇതിൽ ഇടപെടുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് വിവരങ്ങൾ? ഷമലി, അങ്ങനെ തന്നെയാണ്. ദേശീയപാത അതോറിറ്റിയുടെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്നാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഇത്രത്തോളം വലിയൊരു മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണിടിച്ചിലിന് ഉണ്ടായ ശേഷം നമുക്കറിയാവുന്നതുപോലെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു, ഒരാളുടെ കാല് മുറിച്ചു മാറ്റേണ്ട സാഹചര്യമുണ്ടായി. നിരവധി ആളുകളുടെ വീടുകളാണ് പോയത്. ഏതാണ്ട് 14 കുടുംബങ്ങളാണ് ഇപ്പോൾ അവരുടെ വീടും സ്ഥലവും പോയി അവരുടെ കുത്തിയിരിപ്പ് സമരത്തിലേക്ക് 10ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. അവർ ഈ റെഡ് സോണിൽ തന്നെയാണ് സമരം നടത്തുന്നത്. അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്നതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള സമരം ഇവിടെ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 10ാം ദിവസമാണ് ഈ സമരം ഇപ്പോൾ തുടരുന്നത്. ഇന്ന് പുലർച്ചെ അതിശക്തമായ മഴയെ തുടർന്നും കൂടെ വീണ്ടും മണ്ണിടിഞ്ഞ സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ കാണുന്ന പോലെ ദേശീയപാതയിലേക്ക് ചെറിയ കല്ലും മണ്ണും വീണിട്ടുണ്ട്. ഇപ്പോഴും ഈ സമരം ഇവിടെ തുടരുകയാണ്. 10ാം ദിവസവും ഈ സമരം ഇവിടെ തുടരുന്നു. ഇന്നലെ എഫ് രാജ MLA അടക്കമുള്ള ആളുകൾ സമരപന്തലിൽ വന്നിരുന്നു. പക്ഷേ ഇവർക്ക് കൃത്യമായ ഉറപ്പ് ഇപ്പോഴും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ ഉറപ്പ് നൽകാത്തത് കൊണ്ടാണ് ഇവരിപ്പോഴും ഈ സമരവുമായി തന്നെ ഇവിടെ കുത്തിയിരുന്നുള്ള സമരം എന്ന നിലയിൽ അത് തുടരുന്നത്. അവർക്ക് കാര്യമായ ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പരാതിയായി അവർ പറയുന്നത്. ഇപ്പോഴും ഉറപ്പൊന്നും ലഭിച്ചില്ല. ഉറപ്പ് ലഭിച്ചിട്ടില്ല. അവർ ഉറപ്പ് പറയണേ നമ്മൾ അപ്പം മാറ്റിക്കൊള്ളു. അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾക്കാർക്ക് എഴുതി നൽകിയ ഉറപ്പ് വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവർക്ക് വീടും സ്ഥലവും പോയവരാണ്. അതുകൊണ്ട് തന്നെ ആ ഉറപ്പ് ലഭിക്കാതെ അവർ പിന്നോട്ടില്ല, അല്ലേ? അധികാരികൾ ഇവിടെയൊക്കെ വന്നു പോകുന്നുണ്ട്. ആരും ഇതുവരെ ഉറപ്പ് തന്നിട്ടില്ല. ചുമ്മാ നിങ്ങൾ മാറിപ്പോകണം എന്ന് പറയുന്നതല്ലാണ്ട് ഞങ്ങളുടെ കാര്യത്തിന് ഒരു പരിഹാരം ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അതിനുള്ള ഉറച്ച ഇതില്ല അവർ തന്നത്. അതുകൊണ്ട് ഞങ്ങൾ മാറാത്തത്. ഇന്നലെ രാത്രിയിൽ മണ്ണിടിഞ്ഞു. വെളുപ്പിന് 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പേടിച്ച് ഒച്ച കേട്ടോണ്ട് ഞങ്ങൾ എണീറ്റ. ഞങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. തുടരാതെ എന്ത് ചെയ്യാൻ? ഇന്നലെ രാത്രി വെളുപ്പിന് 4 മണിക്ക് ഉണ്ടായ മണ്ണിടിച്ചിലാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നിട്ടും ഇവരൊരു പരിഹാരം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ മരണം കാണാനായിരിക്കും ഇവരിയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മരണത്തോട് മല്ലിട്ട് തന്നെ ഞങ്ങൾ ഈ സമരത്തിന് മുമ്പോട്ട് പോകും. സമരത്തിൽ തന്നെ ഉണ്ടാകും, ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ. ഈ റെഡ് സോൺ ആയതുകൊണ്ട് ഒരു പക്ഷേ സമരപന്തൽ പൊളിച്ചു നീക്കണമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അധികാരികൾ പറഞ്ഞാൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും സമരപന്തൽ പൊളിക്കുന്ന തീരുമാനമായിട്ട് അധികാരികൾ വന്നാൽ കടുത്ത സമരത്തിലേക്ക്, കടുത്ത പ്രതിഷേധത്തിലേക്ക്, ഒരു പക്ഷേ റോഡ് ഉപരോധവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. വാടക കുടിശ്ശിക ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് അവർ പറയുന്നത്? വാടക കുടിശ്ശിക ഉണ്ടെന്ന് ഈ സമരം തുടങ്ങി 3ാം ദിവസം സബ് കളക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സബ് കളക്ടർ പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വാടക കുടിശ്ശിക തീർത്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുമെന്നാണ്. അതിനുശേഷം 7 ദിവസം കൂടെ പിന്നിട്ടു. ഇതുവരെ ആ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കയറിയതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ വാഗ്ദാനങ്ങളല്ലേ ഈ പറയുന്നുള്ളൂ. നമ്മുടെ അക്കൗണ്ടിൽ കയറാതെ നമ്മൾ ഇതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല. ഇതാണ് ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഭരണകൂടവും ജില്ലാ ഭരണകൂടവും അവരെ ചതിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അനുകമ്പയും അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതിയായി പറയുന്നത്. നമുക്ക് കാണുന്നത് പോലെ കുടിൽ കെട്ടിയുള്ള സമരമാണ്. രാവും പകലും അവരിവിടെ കുത്തിയിരിക്കുകയാണ്. അധികാരികൾ ആരെങ്കിലും കൺതുറന്ന് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. MPയും MLA അടക്കമുള്ള ആളുകളൊക്കെ ഈ സമരപന്തലിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷേ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഇതിലൊരു തീരുമാനം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം നടപ്പാകുന്നതുവരെ അവർ സമരം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. ശ്യാമലി, ശരി, വ്യക്തമാണ്. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും സമരപന്തലിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.